ഒരു ബ്രാഹ്മണ ബാലൻ ഒരു രാജാവിനോട് 3 അടി മണ്ണ് ചോദിക്കുന്നു. രാജാവ് ആ ബാലന് 3 അടി മണ്ണ് നൽകാമെന്ന് സമ്മതിക്കുന്നു. ആ ബാലൻ 2 ചുവടുകൾ കൊണ്ട് ഭൂമിയും ആകാശവും സ്വർഗവുമെല്ലാം അളന്നു തീർക്കുന്നു. 3ാമത്തെ ചുവട് വെക്കാനായിട്ട് ആ ബാലന്റെ മുന്നിൽ ആ രാജാവ് തല കുനിച്ചു കൊടുക്കുന്നു. ഈ കഥ നിങ്ങൾ എല്ലാ പേരും കേട്ടിട്ടുണ്ടാവും. ഇത് മഹാബലിയുടെ കഥയാണ്, വാമനന്റെ കഥയാണ്. മഹാബലി അസുര ചക്രവർത്തിയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഏറെ ധർമ്മിഷ്ഠനും പ്രജകൾക്ക് ഏറെ പ്രീതിയുള്ള ഒരാളും എല്ലാ ജനങ്ങളെയും സർവ സമത്വത്തോടെ കാണുകയും ഭരിക്കുകയും ഒക്കെ ചെയ്ത പ്രശസ്തനായ നല്ലവനായ രാജാവായിരുന്നു, ചക്രവർത്തിയായിരുന്നു മഹാബലി. മഹാബലിയുടെ കീർത്തി ദേവലോകം വരെ പടരുകയും മഹാബലിയോട് ഭയവും ആശങ്കയും ഒക്കെ തോന്നിയ ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് മഹാവിഷ്ണു വാമന അവതാരമെടുത്ത് മഹാബലിയുടെ മുന്നിൽ വരികയും മഹാബലിയോട് 3 അടി മണ്ണ് ചോദിക്കുകയും ചെയ്തു എന്നാണ് കഥ. അപ്പോഴാണ് വാമനന് മഹാബലി 3 അടി മണ്ണ് കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ഈ വാഗ്ദാനം കിട്ടിയ ഉടൻ വാമനൻ വിശ്വരൂപം കാണിച്ച് വളരുകയും ഭൂമിയെയും ആകാശത്തെയും സ്വർഗത്തെയും എല്ലാം 2 അടികൾ കൊണ്ട് അളർന്നു തീർക്കുകയും 3ാമത്തെ അടി വെക്കാനായി ചോദിക്കുമ്പോൾ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുക്കുകയും വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഐതിഹ്യ പുരാണ കഥ. അവിടെയാണ് ശരിക്ക് പിന്നെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയ വാമനന് കിട്ടിയ സ്വീകാര്യതയേക്കാൾ കൂടുതൽ സ്വീകാര്യത അതുമുതൽ മഹാബലിക്ക് കിട്ടാൻ തുടങ്ങി. വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ തിരികെ വരാം എന്നുള്ള അനുഗ്രഹം നേടിയ മഹാബലി തിരികെ വരുന്നതും കാത്ത് ഓണം ആഘോഷിക്കാൻ അദ്ദേഹത്തിന്റെ ഭക്തർ കാത്തിരിക്കാൻ തുടങ്ങി. മഹാബലി വരുന്ന ദിവസം അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായി മാറി. ഇതുകൊണ്ട് വാമനനെ ആരാധിക്കുന്നവർ ആ വിശ്വാസങ്ങളൊന്നും കളയണം എന്നുള്ളതല്ല. വാമനൻ ചെയ്ത കാര്യത്തിൽ നിന്ന് ഏറ്റവും വലിയ ഗുണമുണ്ടായത് മഹാബലിക്കാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇന്ന് നമ്മള് അധികാരത്തിന്റെ, രാജ്യഭരണത്തിന്റെ, അധികാരം കൈയാളുന്നതിന്റെയൊക്കെ കഥകൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ കഥയുമായിട്ട് വളരെ സാമ്യമുണ്ട്. ദേവൻ എന്ന പേരുള്ള ഒരാളിന് എന്തും ചെയ്യാനുള്ള, എന്തും പ്രവർത്തിക്കാനുള്ള അവകാശമൊന്നുമില്ല. അദ്ദേഹം ചെയ്തതെല്ലാം നീതിയാകണമെന്നുമില്ല. അസുരനാണ് ഒരാളെന്ന് വെച്ചുകൊണ്ട് അയാൾ ചെയ്യുന്നതെല്ലാം അനീതി ആകണമെന്നുമില്ല. വാമനന്റെയും മഹാബലിയുടെയും കഥ ആനുകാലികമായി വായിച്ചു നോക്കിയാൽ വാമനന്റെ കഥ പുരാണങ്ങൾ വായിച്ച് ആഘോഷിക്കുന്നതിലുപരി ഈ നാളുകളിൽ വാമനന്റെ കഥ അധികാരത്തെ ന്യായീകരിക്കുവാൻ വേണ്ടി മാത്രമാണ് ഉപയോഗപ്പെടുത്തുന്നത്. അത് ഒരിക്കലും നീതിയല്ല.